നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 4 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു കൊടും ഭീകരൻ മലയാളി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് പിടിയിലായി. ഈ മലയാളിയുടെ പേര് KP മുഹമ്മദ് അലി എന്നാണ്. ഒറ്റപ്പാലം സ്വദേശിയാണ്. ഇവിടെ ഒരു കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ഇയാൾ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകര സംഘടനയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എന്ന ആ പദവി വഹിച്ചിരുന്ന ആൾ കൂടിയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ KP മുഹമ്മദ് അലി ചില്ലറക്കാരനല്ല. ഇൻ്റർപോള് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച ഒരു കുറ്റവാളിയാണ്. നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇയാളെ കാട്ടിക്കൊടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപയുടെ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. റോയുടെ സഹായത്തോടു കൂടിയാണ് സൗദി അറേബ്യയിലെ റിയാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന, രൂപവും ഭാവവും ഒക്കെ മാറ്റി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് അലിയെ കണ്ടെത്തിയത് NIA. എന്താണ് ഇയാൾ ചെയ്ത കുറ്റം എന്നുകൂടി അറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അത് നിരോധിച്ചത് എന്നാണെന്നും എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ പ്രേക്ഷകർക്ക് അറിയുന്നതാണ്. ഞാനതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ 2022 ഏതാണ്ട് ഫെബ്രുവരി മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ജനുവരി അവസാനമായിരിക്കണം, ഒരു മുൻ RSS പ്രചാരകൻ കൊല്ലപ്പെടുന്നു. അതിക്രൂരമായി വെട്ടിയും കുത്തിയും ശ്രീനിവാസൻ എന്ന മുൻ RSS പ്രചാരകനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൊടും ഭീകരന്മാർ കൊലപ്പെടുത്തുന്നു. ആ കേസിൽ 67 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ 65 പേർക്കും കുറ്റപത്രം നൽകിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ അറസ്റ്റിലായ മുഹമ്മദ് അലി ഉൾപ്പെടെ ഉള്ളവർക്കാണ് കുറ്റപത്രം നൽകേണ്ടത്. ഈ കേസിലാണ് ഇപ്പോൾ ഈ കേസിലും കൂടി ഉൾപ്പെട്ട മുഹമ്മദ് അലിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ ഈ കൊലപാതകത്തിന് ശേഷം ഇവിടെ നിന്ന് തന്ത്രപൂർവം മുങ്ങി സൗദിയിലെ റിയാദിലെത്തി അവിടെ രഹസ്യമായിട്ട് കഴിയുകയായിരുന്നു. അവിടെ ചില ആൾക്കാരുടെയൊക്കെ സഹായം ലഭിച്ചിരുന്നു. അങ്ങനെ അവിടെ സസുഖം ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് അലിയെ റോയുടെ സഹായത്തോടു കൂടിയാണ് NIA പൊക്കിയത്. ഇയാൾക്കെതിരെ ഈ നമ്മുടെ ഇൻ്റർപോളിൻ്റെ റെഡ് കോർണർ നോട്ടീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്ന ഇയാളുടെ പ്രായം ഇപ്പോൾ അറസ്റ്റിലാവുമ്പോൾ 43 വയസ്സാണ്. ഏതാണ്ട് 4 വർഷം മുമ്പാണ് ഇയാൾ ഇവിടെ നിന്ന് ഈ കൊലക്കേസിൽ ഉൾപ്പെട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നത്. അങ്ങനെ ശ്രീനിവാസനെ കൊലപ്പെടുത്താനുണ്ടായ കാരണം, അവിടെ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവിനെ ചില ആൾക്കാർ ചേർന്ന് കൊലപ്പെടുത്തി. അത് RSSകാരാണ് ചെയ്തത്. അതുകൊണ്ട് RSSൻ്റെ ഒരു മുൻ പ്രചാരകനെ, ആ പ്രദേശത്തുണ്ടായിരുന്ന അവൈലബിളായ, അതായത് അവരുടെ കയ്യിൽ കിട്ടിയ ഒരു മുൻ പ്രചാരകനെ, ശ്രീനിവാസനെ, അതിക്രൂരമായി അദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ, അദ്ദേഹം ഒരു കട നടത്തുന്നുണ്ട്, ടയർ കടയാണ്, ആ കടയ്ക്കുള്ളിൽ കയറി അദ്ദേഹത്തെ അതിക്രൂരമായി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് സഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു RSS നേതാവ് പാലക്കാടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോപ്പുലർ ഫ്രണ്ടുകാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന് പകരമായി അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവിനെ, ആ കേസിൽ ഉൾപ്പെട്ട ഈ സഞ്ജിത്തിൻ്റെ അതേ നാട്ടുകാരൻ കൂടിയായ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ അവർ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതകത്തിന് പകരം വീട്ടിയതാണ് ഈ മുൻ RSS പ്രചാരകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിക്കൊണ്ട് PFI ചെയ്തത്. ഇതാണ് KP മുഹമ്മദ് അലി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, 67 പേർ. അതിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പങ്കുണ്ട്. മുഹമ്മദ് അലിക്ക് പങ്കുണ്ട് എന്നാണ് NIA പറയുന്നത്. എന്തായാലും ഇയാൾ റിയാദിൽ വെച്ച് തന്നെ അറസ്റ്റിലായി. ഈ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന നിയമം ഇന്ത്യയും സൗദിയും തമ്മിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അവിടെ റിയാദിൽ 3 മാസം ജയിലിലായിരുന്നു.
അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൗദി സർക്കാർ ഇയാളെ ഇന്ത്യക്ക് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇവിടെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ന്യൂഡൽഹിയിൽ എത്തിച്ച ഇയാളെ NIA ഏറ്റുവാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് കൊച്ചിയിലെ NIA പ്രത്യേക കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. KP മോഹൻദാസ് എന്ന പ്രത്യേക ജഡ്ജിയുടെ മുന്നിലാണ് ഇയാളെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇയാളുടെ മേൽ ഉള്ള കുറ്റപത്രം വൈകാതെ NIA സമർപ്പിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. എന്തായാലും PFIയുടെ വേരറുത്തേ അടങ്ങുള്ളൂ എന്നാണ് NIAയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവിടെ കൊലപാതകങ്ങളും മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളും ബോംബ് സ്ഫോടനങ്ങളുമൊക്കെ നടത്തിയിട്ട് അതീവ രഹസ്യമായി കടൽ കടന്ന് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒളിച്ചു കഴിയാം എന്ന് വിചാരിച്ചു പോയവരൊക്കെ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഒരു വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്ത് നിന്ന് നിരവധി അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് 10,000-ഓളം ആൾക്കാരുണ്ട്. അതിൽ 80% കൂടുതലും മലയാളികളാണ്. അവരാണ് ഏതാണ്ട് 13,000-ഓളം ആൾക്കാർ ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് പണം അയച്ചിട്ടുണ്ട് അവിടുത്തെ അക്കൗണ്ടിൽ നിന്നും. അതിൽ 10,000-ഓളം പേർ, 80%-ഓളം പേർ മലയാളികളാണ്. ഇവരൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. നാട്ടിൽ വന്നാൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഉടൻ ഇവർ അറസ്റ്റിലാകും. മുമ്പ് ബീഹാറിൽ നിന്നുള്ള ഒരാൾ ഇതുപോലെ ഡൽഹി എയർപോർട്ടിലെത്തി അറസ്റ്റിലായ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ ഈ 10,000-ഓളം മലയാളികൾ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഗൾഫ് നാടുകളിൽ തന്നെ കഴിയുകയാണ്. അവരുടെ വിസ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ നാട്ടിലേക്ക് വരേണ്ടി വരും. നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ ആ നിമിഷം തന്നെ NIA അവരെ തൂക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റം. മറ്റു കാര്യങ്ങൾ അതിന് പിന്നാലെ വരും. NIA ആണ് ആ കേസും അന്വേഷിക്കുന്നത്. നിരോധിത ഭീകര സംഘടനയ്ക്ക് സഹായം ചെയ്തു, സാമ്പത്തിക സഹായം ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത ഒന്നാമത്തെ കുറ്റം. മറ്റു പല കേസുകളും അവർക്കെതിരെ ഉണ്ടായേക്കാം, അത് നമുക്കറിയില്ല. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേരറുക്കും എന്ന തീരുമാനത്തിലാണ് NIA മുന്നോട്ട് പോകുന്നത്. ശ്രീനിവാസൻ കൊലക്കേസിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പ്രധാന പ്രതി എന്ന് തന്നെ പറയാം, പ്രധാന ഗൂഢാലോചനക്കാരനാണ് ഈ KP മുഹമ്മദ് അലി. ആ മുഹമ്മദ് അലി അറസ്റ്റിലായിരിക്കുന്നു. ഇനി മുഹമ്മദ് അലിയെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ ഒക്കെ ശേഖരിക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് NIA കടക്കും. അന്നത് പാലക്കാട് ടൗൺ പോലീസാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. അവരിൽ നിന്ന് NIA ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഈ ശ്രീനിവാസനെ കൂടി കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൽ ശക്തമായ ഒരു തീരുമാനം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്തു. അത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നുള്ളതായിരുന്നു. അത് വളരെ കൃത്യമായി ആ നിരോധനം വരികയും ആ നിരോധനം നടപ്പാക്കുകയും ചെയ്തു. നിരോധനം നീക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് ട്രൈബ്യൂണലിലും മറ്റും പോയിട്ട് വിജയിച്ചില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ആ കേസിൽ വിധി വരാനുണ്ട്. സുപ്രീം കോടതി ട്രൈബ്യൂണലിൻ്റെ വിധി ശരിവയ്ക്കും എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ്റെ പദവിയിൽ ഉണ്ടായിരുന്ന ഒരു കൊടും ക്രിമിനൽ, ഒരു അതിക്രൂരമായ പൈശാചികമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു കൊടും കുറ്റവാളി കൂടി NIAയുടെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത.